ഒരൊറ്റ കാര്യം, കാരണം അദ്ദേഹം ലോക്സഭയിലെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങ് ഒരു കാര്യം കൂടി ഓർക്കണം, വഖഫിലൊക്കെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നപ്പോൾ 2 അംഗങ്ങളാണ് എന്നെ എതിർത്തത് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വാചകങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്. അങ്ങ് ഇവിടെ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ ലീഗൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതത് ഘട്ടങ്ങളിൽ നടത്തിയ പോരാട്ടത്തെ അങ്ങ് ചെറുതായി കാണരുത് എന്ന് അങ്ങയോട് പറയുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു വയനാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി 28-ന് ഞങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുടെ വീടുകൾ അങ്ങൊന്ന് പോയി കാണണം. അതിമനോഹരമായി സർക്കാർ നിർമ്മിക്കുന്നതിനേക്കാൾ മനോഹരമായ രീതിയിൽ ആ വീടുകൾ നിർമ്മിച്ച് ഞങ്ങൾ അവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പറയുന്നത് കേട്ടാൽ CPM-ൻ്റെ ഫണ്ട് കൊണ്ടാണ് വയനാട്ടിൽ ഈ വീട് നിർമ്മിക്കുന്നത് എന്നങ്ങ് കരുതും. ഈ നാടിൻ്റെ പൊതു സ്വത്താണ്. ആ പൊതുസമ്പത്തി എത്ര കോടി വയനാട് പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നു, അതിൽ നിങ്ങൾ എത്ര ചെലവഴിച്ചു എന്ന് കൂടി പറയണം. ആ തുക അവിടെ കിടക്കുമ്പോൾ ഒരു കൊടുത്താൽ പോലും ബാക്കിയാകും പണം. അതാരും മറക്കണ്ട. 1 കോടി രൂപ ഒരു കുടുംബത്തിന് കൊടുക്കാം, എന്നാൽ പോലും ബാക്കിയാവും. കാര്യങ്ങളാണ് പറയുന്നത്. രാജേഷ് പറയൂ, ഒരു വാചകം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ശ്രീ രണ്ടത്താണി പറയുകയാണ്, അതിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് നാട് മുഴുവൻ പ്രചരിപ്പിക്കുക, പ്രസ്താവന ഇറക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് ലീഗ് ഉൾപ്പെടെയുള്ള യൂണിയൻ നേതാക്കൾ എന്ന കാര്യം ഓർമ്മിപ്പിക്കുക. ഞാൻ നിങ്ങളേക്ക് ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, സമയപരിമിതി കൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.